ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും ഒരു സംശയം വേണ്ട. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ആ പ്രശ്നം തന്നെയാണ്. നമ്മളവിടെയുള്ള ആളുകൾക്കുമായി വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി ആ പ്രശ്നത്തെക്കുറിച്ച്. അതിലവർ പറഞ്ഞത്, അവിടുത്തെ ജീവനക്കാർ പറഞ്ഞത്, ഈ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പുക ഉയർന്ന നിമിഷം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ. ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗികളെ വരെ വളരെ വേഗത്തിൽ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് ജീവനക്കാർ ഞങ്ങളോട് പറഞ്ഞത്. നോക്കാം അവിടെ ആ പ്രശ്നത്തെ അവർ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ 7:45 കൂടിയാണ് UPS മുറിയിൽ നിന്നും ചെറിയ പൊട്ടിത്തെറിയും അതേപോലെ തന്നെ പുക ഉയരുന്ന സാഹചര്യവും ഉണ്ടായത്. ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ജീവനക്കാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയാം. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങൾ 7:30 ഷിഫ്റ്റിന് വന്നായിരുന്നു. അപ്പോൾ ഹാൻഡ് ഓവർ എടുത്തു. ഒരു 8 o'clock മുന്നേ തന്നെ ഒരു സ്മോക്കിൻ്റെ ഒരു ഇങ്ങനെ പബ്ലിക് പറയാൻ തുടങ്ങി. UPS റൂമിൽ നിന്ന് സ്മോക്കും സൗണ്ട് വരുന്നുണ്ട്. അപ്പം PRO ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഷിഫ്റ്റ് ടീം ലീഡേഴ്സ് ആയിരുന്നു. അവിടെ പോയേക്ക് സ്മോക്കും വരുന്നുണ്ട്, മൈൽഡായി സ്മോക്കും വരുന്നുണ്ട്, ഉള്ളിൽ നിന്നൊരു സൗണ്ടും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്, ഉള്ളിലാരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന്. കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് ഫോഴ്സ് കൂടാൻ തുടങ്ങി, സ്മോക്കിൻ്റെ അളവും കൂടാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് വോളണ്ടിയേഴ്സ് നമ്മുടെ അടുത്ത് വന്നു, സെക്യൂരിറ്റി വന്നു. നമ്മൾ പറഞ്ഞു ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യാം, നമുക്ക് ബ്രേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ UPS റൂം ബ്രേക്ക് ചെയ്തിട്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷർ അടിച്ചു. അപ്പോഴാണ് ഉള്ളിൽ ആളില്ല, ആ ഫോഴ്സ് കൊണ്ട് സ്മോക്കും സൗണ്ടും വരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് സെക്കൻഡ്സ് കൊണ്ട് തന്നെ ആ സ്മോക്സ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇവാക്യുവേഷൻ അല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ വെന്റിലേറ്റർ പേഷ്യൻസ് ഉൾപ്പെടെ എല്ലാ ക്രിട്ടിക്കലി ഉള്ള പേഷ്യൻസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആംബു ബാഗ്, അതായത് മാനുവൽ ബ്രീത്തിങ് വെച്ചിട്ട് വെന്റിലേറ്റർ പേഷ്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്തു. ബാക്കി അല്ലാത്ത ആംബുലേറ്റർ ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനെ അലേർട്ടാക്കി എല്ലാ ബൈസ്റ്റാൻഡേഴ്സും ഇവാക്യുവേറ്റ് ചെയ്തു. ഒരു 45 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്യാസന്നതയിലുള്ള മുഴുവൻ ആളുകളെയും സേഫായിട്ട് തന്നെ ഇവിടുന്ന് മാറ്റാൻ പറ്റി. അതെ, കാരണം വെന്റിലേറ്റർ സപ്പോർട്ട് നമുക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് മാനുവൽ ബ്രീത്തിങ് ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുക. മാനുവൽ ബ്രീത്തിങ്ങോടുകൂടിയാണ് എല്ലാ പേഷ്യൻസിനെയും പുറത്തെത്തിച്ചത്, വിത്ത് അവരുടെ എല്ലാ എമർജൻസി ഡ്രഗ്സും. പിന്നെ എന്ന് പറഞ്ഞാൽ ICUലുള്ള പേഷ്യൻസ് ആയിരുന്നു. ICUയിൽ നമ്മൾ പിന്നെ രണ്ടാമത് തിരിച്ചു പോയിട്ട് ICUയിലെ പേഷ്യൻസിന് ഇതേപോലെ തന്നെ ഇതേ മെത്തഡോളജിയിൽ തന്നെ ഇവാക്യുവേറ്റ് ചെയ്തു. അല്ലെങ്കിൽ സ്റ്റാഫിന് കുറച്ച് എക്സ്പോഷർ കിട്ടിയായിരുന്നു. അതുപോലെ എല്ലാ പേഷ്യൻസിനും നമുക്ക് സേഫായിട്ട് പുറത്തെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, അതൊരു പുക പോലെ വരുന്നുണ്ട്. അപ്പോഴേക്കും അവരതിൻ്റെ റൂമിൽ നിന്ന് അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന്, അപ്പോഴത്തേക്കും പേഷ്യൻസിനെ എല്ലാവരും പുറത്തേക്ക് എത്തിച്ചു. അതിൻ്റെ ഉള്ളിൽ അത് പുക അധികമായ സമയത്തേക്ക് പിന്നെ എല്ലാ സ്ഥലം അപ്പുറം ഡോർ ഇപ്പുറം ഡോർ കൂടി എല്ലാം ആ ഭാഗത്ത് ഈ ഭാഗത്ത് റെഡ് ഏരിയയിലുള്ള പേഷ്യൻസിന് മാത്രം ഇതിലിറക്കി, ബാക്കി എല്ലാവരും അപ്പുറം ഇപ്പുറത്തെ ഡോർ കൂടെ തന്നെ അപ്പോഴേക്കും പുറത്തെത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു. പേഷ്യൻ്റെ വേറെ സ്ഥലത്തേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യുക, വേറെ വാർഡിലേക്ക് ആക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ സെക്കൻഡ് കൊണ്ട് വേഗം തന്നെ കഴിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ ഇന്നലെ ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിലുള്ള മുഴുവൻ രോഗികളെയും മാറ്റാൻ കഴിഞ്ഞു എന്നാണ് ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരും അതേപോലെ തന്നെ മറ്റ് ആശുപത്രി ജീവനക്കാരും നമ്മോട് പറഞ്ഞത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും AK ലതീഷ്.